ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ മനസ്സ് സാധാരണയായി വർത്തമാന നിമിഷത്തിൽ നിൽക്കാറില്ല. മിക്കപ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുക പതിവാണ്. വാസ്തവത്തിൽ ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം പോലെയാണ്. അത് അശ്രദ്ധമായോ വിവേകപൂർവമോ ചിലവഴിക്കാം. ഭൂതകാലത്തിലെ വേദനകളും ദുഃഖങ്ങളും കുറ്റബോധവും പലപ്പോഴും നമ്മെ അസ്വസ്ഥമാക്കാറുണ്ട്. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മൃതശരീരത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണ്. എപ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ നഷ്ടമാകുന്നത് ഈ നിമിഷത്തിലെ സമാധാനമാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയവും ആകാംക്ഷയും കാരണം നമ്മുടെ മനസ്സിന് അല്പം പോലും ശാന്തി ഉണ്ടാകില്ല. അത് നമ്മുടെ ഉള്ള കഴിവുകളെപ്പോലും നശിപ്പിച്ചു കൊണ്ടിരിക്കും. ഈ നിമിഷം ജീവിക്കുക എന്നാൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ വരാൻ പോകുന്നതിനെക്കുറിച്ചോ വേവലാതിപ്പെടാതെ ഓരോ നിമിഷവും വിവേകത്തോടുകൂടി കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഈ നിമിഷം ചെയ്യുന്ന കർമ്മത്തിൽ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയാണ് നല്ലൊരു നാളെയെ സൃഷ്ടിക്കുന്നത്. അതിനാൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഈ നിമിഷം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്താൽ നമുക്കെന്നും ആഹ്ലാദത്തോടെ ജീവിക്കുവാൻ സാധിക്കും. മറിച്ച് താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി സമയം പാഴാക്കിയാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടതായി വരും. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിമിഷം ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ഈ നിമിഷമാണ് ഭാവിയെ രൂപപ്പെടുത്തുന്നത്, സുരക്ഷിതമാക്കുന്നത്. പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക, കളിക്കുമ്പോൾ ആസ്വദിച്ച് കളിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്ത് കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും അത് ആത്മാർത്ഥമായി ചെയ്യുക. ഈ നിമിഷം എന്നത് ഈശ്വരൻ നമുക്ക് നൽകിയ അമൂല്യമായ സമ്മാനമാണ്. അതിനെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തുക, പാഴാക്കിക്കളയാതിരിക്കുക. ഈ നിമിഷത്തിൽ ശ്രദ്ധയോടെ വർത്തിച്ചാൽ ഭാവി ശോഭനമായിത്തീരും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.